ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ബാക്ക് പാക്കിംഗ് വീഡിയോ കൊണ്ട് ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിംഗ് വീഡിയോ അതാണ് ശരി. അപ്പോൾ അതേ ഞാൻ പുതിയ ബാഗ് എടുക്കുന്നുണ്ട്. ഇതാട്ടോ പുതിയ ബാഗ്. ഈ തവണ ഉപയോഗിച്ച ഞങ്ങളുടെ ബാഗാണ്. ലാസ്റ്റൊക്കെ പോകും അല്ലേ. ഇത് ലീസിൻ്റെ ആണ്. അത് ഒരു സ്വിച്ചിൻ്റെ കമ്പനി ഇല്ലേ, അതിൻ്റെതാണ്. എൻ്റെ മാമൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നതാണ് ബർത്ത്ഡേക്ക്. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഈ പൗച്ചാട്ടോ. ഇതാണ് ഇത്തവണത്തെ പുതിയ പൗച്ച്, ആംഗ്രി ബേർഡ്സിൻ്റെ. പിന്നെ ഇത് കീച്ചെയിൻ ഞാൻ ഉണ്ടാക്കിയാണ്. എൻ്റെ പേര് വെച്ചാണ് ഉണ്ടാക്കിയത്, പക്ഷേ അങ്ങനെ കാണാനൊരു ഭംഗിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്തൊക്കെ വയ്ക്കുന്നുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പേപ്പർ സോപ്പാട്ടോ വയ്ക്കുന്നത്. പേപ്പർ സോപ്പ് കണ്ടോ, ഇതിലൊരു ലിസ്റ്റ് പേപ്പർ സോപ്പ് തന്നെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ച പേപ്പർ സോപ്സാണ്. ഇനി ഇത് വേസ്റ്റ് വന്ന പേപ്പർ സോപ്പ് ഞാനൊരു പൗച്ചിൽ ഇതാക്കിയതാണ്. ഇതൊരു ബുക്ക് പോലത്തെ പേപ്പർ സോപ്പ്, ഇതേ സൈസ് സോപ്പ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എടുത്തിട്ട് ഒരു മൂലയ്ക്ക് വയ്ക്കാം. പിന്നെ നെക്സ്റ്റ് ഈസ് മെമോ പാഡാണ്. മെമ്മോ നന്നായിട്ടില്ലേ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത്തവണ എല്ലാം ഞാൻ ഉണ്ടാക്കിയതാട്ടോ കൊണ്ടുവന്ന്. പിന്നെ ഇറേസറൊക്കെ തന്നെയല്ലേ, അതിനൊരു മാറ്റമില്ല. പിന്നെ അടുത്ത മെമ്മോ പാഡ്, സെക്കൻഡ് മെമ്മോ പാഡാണ്. ഇതേപോലത്തെ മേഘങ്ങളുടെ ഷേപ്പിലൊക്കെ ഉള്ള മെമ്മോ പാഡ്. നെക്സ്റ്റ് അടുത്തത് 5ൻ്റെ മുതൽ ഞാൻ 50ൻ്റെ മുതലാക്കി എടുത്തു ഗൈസ്. പേന അതാട്ടോ വയ്ക്കുന്നത്. അടുത്തത് ഒരു റീഫിലർ കിടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ളൊരു പേനയാണ്. പിന്നെ ഇതുണ്ടോ ടോപ്പർ, ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഇത് ഒരു പെൻസിലാണ്. ഇനി സാധാ ഒരു പേന, ബ്ലൂ ആണിത്, മറ്റേത് ബ്ലാക്ക് ആയിരുന്നു. ഇനി അടുത്തത് ഇതേപോലത്തെ ഒരു കവർ ചെയ്ത പെൻസിൽ എടുക്കാൻ കേട്ടോ, ഷാർപ്പ് ചെയ്യാൻ കവർ ചെയ്ത പെൻസിൽ. പിന്നെ അടുത്ത കള്ളിയിലിടാനായിട്ട് സ്കെയിൽ കണ്ടോ. ഇനി ഞാൻ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ സ്കെച്ച് വെച്ചിട്ട് ഇച്ചിരി അൽക്കുരുത്ത് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായി സ്കെയിൽ കണ്ടല്ലോ. അടുത്തത് ലാസ്റ്റാണ് ഒരു ക്യൂട്ട് ഷാർപ്പ്നർ കണ്ടോ. ഇതിൻ്റെ അകത്ത് ഷാർപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. ട്രൈയിലാണോ നോക്കിയതാ. അപ്പോൾ ഒരു ക്യൂട്ട് ഷാർപ്പ്നറും കൂടി വെച്ചപ്പോൾ നമ്മുടെ പൗച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി പൗച്ചിൻ്റെ കല്ലുകളൊക്കെ അടച്ചു കൊടുക്കുക. കുറേ വർഷമായി ഇതൊക്കെ എടുത്തിട്ട്, അതുകൊണ്ടാട്ടോ ഇത്രയ്ക്കും കട്ടി. അപ്പോൾ ഈ പൗച്ച് റെഡി. നാളെ കൊണ്ടുപോകാൻ വേറൊന്നും വേണ്ട, ഒരു കുഞ്ഞ് റഫ് ബുക്ക് മാത്രം മതി. അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ബുക്കാട്ടോ റഫിനായിട്ട്. അപ്പോൾ ഈ ഒരു ബുക്കാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് റെയിൻ കോട്ടാണ്. അത് ഞാൻ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് ഒരു റെയിൻ കോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ പോകുന്നത്. പിന്നെ വെള്ളം, ടിഫിൻ ബോക്സ്, അതൊക്കെ അറിയാമല്ലോ. ടിഫിനും വെള്ളം അത് കൊണ്ടുപോകണമല്ലോ, കൊണ്ടുപോയില്ലെങ്കിലല്ലേ കഷ്ടം. അപ്പോൾ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാഗ് എടുക്കുക. 2 കള്ളികളൊക്കെ ഉണ്ട് കേട്ടോ, 3 ഉണ്ട്. അപ്പോൾ ഈ ഒരു കള്ളിയിലായിട്ട് ഞാൻ റഫാട്ടോ വെച്ച് കൊടുക്കുന്നത്. റഫ് ബുക്ക് 2 കള്ളികളുണ്ട് കൊണ്ട് ഒരെണ്ണത്തിൽ ടെസ്റ്റും ഒരെണ്ണത്തിൽ നോട്ടും ഇട്ടേക്കാം. അതിൽ ഞാൻ റഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാട്ടോ തുറക്കുന്നത്. അതിലോട്ട് ഞാൻ ഐശ്വര്യമായിട്ട് എടുത്തേക്കണം റെയിൻ കോട്ടാട്ടോ. ഇതാവശ്യമല്ലേ. അപ്പം റെയിൻ കോട്ട് ഇട്ട് വെച്ചു. ഇനി അടുത്ത അതേ കൊള്ളി എടുത്തിട്ടുണ്ട്, ബുക്കിട്ട് വെച്ച്. അതിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങളുടെ പൗച്ചും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളവും ടിഫിനും കൊണ്ടുപോകുമല്ലേ, അത് പിന്നെ ചോദിക്കാനില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് വേണമെങ്കിൽ ഒരു ഡയറിയും കൂടി കൂട്ടിക്കൊണ്ടുപോകാം, എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം എഴുതേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് ഞാനെൻ്റെ ഒരു മിനി ഡയറി എടുത്തിട്ടുണ്ട്, കുഞ്ഞ് ഡയറി. അപ്പം ഇതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്ക് ടു സ്കൂൾ വീഡിയോസ് തയ്യാറായി. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോ. ബാക്ക്
ബാക്ക് ടു സ്കൂൾ ബാക്ക് പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.